കോഴിക്കോട് ജില്ലയിലെ 7 സബ് ജില്ലയിൽ നിന്നായി 70ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ലിറ്റിൽ മാസ്റ്റേഴ്സ് ദ്വിദിന പരിശീലന ക്യാമ്പിന് ആയഞ്ചേരി ചീക്കിലോട് UP സ്കൂളിൽ തുടക്കമായി. ക്യാമ്പ് ആയഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യിൽ ആസി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ചിലപ്പോൾ IAS ഓഫീസർമാരാകാം, അല്ലെങ്കിൽ IFS ഓഫീസർമാരാകാം, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആകാം, എഞ്ചിനീയേഴ്സ് ആകാം. അങ്ങനെ നമ്മുടെ നാട്ടിലെ, നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും നല്ല ഉന്നത തലങ്ങളിലേക്ക് എത്തുന്ന മക്കളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. ഞാൻ ആദ്യമേ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. പിന്നെ നമ്മുടെ കാലഘട്ടം, വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ നിങ്ങൾക്കറിയാം. എല്ലാവരും വിദ്യാഭ്യാസത്തിൽ പ്രത്യേകിച്ചും നല്ല മത്സരമാണ് നടക്കുന്നത്, അല്ലേ? LSS USS കിട്ടാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ടാവും, അല്ലേ? അപ്പം അതിനേക്കാൾ അപ്പുറം നിങ്ങൾ ഇനി മത്സരത്തിലേക്കാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത്. കാരണം AI വരാൻ പോവുകയാണ്, വന്നുകൊണ്ടേയിരിക്കുകയാണ്, റോബോട്ടിക്സ് വരാണ്, അല്ലേ? അപ്പം നിങ്ങൾ ഇനി കൂടെയുള്ള കുട്ടികളോട് മാത്രമല്ല മത്സരിക്കേണ്ടത്, യന്ത്രങ്ങളോട് പോലും മത്സരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ മക്കളെല്ലാവരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ മക്കളെ ഇതുപോലെയൊന്നും പഠിപ്പിച്ചാൽ മതിയാവില്ല. ഇവിടെ രക്ഷിതാക്കൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല, ടീച്ചേഴ്സും കുട്ടികളുമാണ് ഇവിടെ ഉള്ളത്. ഇനിയും ഒരുപാട് പ്രാക്ടീസുകൾ കൊടുത്ത് നമ്മൾ മക്കളെ പഠിപ്പിച്ചാൽ മാത്രമേ ഈ ഒരു മത്സര പരീക്ഷയിലൊക്കെ നമുക്ക് വിജയം നേടാൻ കഴിയുകയുള്ളൂ. നിങ്ങൾക്കറിയില്ല, ഇപ്പം എല്ലാ രംഗങ്ങളിലും മത്സരമാണ്. ചെറുനീറിനെ മത്സരിച്ചാണ് കുട്ടികൾ വളർന്നുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ 33 വർഷക്കാലത്തെ അധ്യാപക ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 10-25 വർഷക്കാലം ഈ മൊബൈൽ ഫോണും അതുപോലെ സോഷ്യൽ മീഡിയകളും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് അത്യാവശ്യം ആരുടെടുത്തെങ്കിലും ഒരു ഫോൺ ഉണ്ടാവും എന്നല്ലാതെ പിന്നെ അധികമൊന്നും ഫോൺ ഉണ്ടായിരുന്നില്ല. പക്ഷേ ലാസ്റ്റ് 5-6 വർഷം ആ ഒരു ഫീൽഡ് അതൊന്ന് കൂടി വന്നിരുന്നു. അപ്പം ഞാൻ രണ്ടും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അന്നത്തെ കുട്ടികൾ പഠിക്കാനുള്ള ഒരു മനസ്ഥിതിയും അതുപോലെ ബഹുമാനവും ആദരവൊക്കെ കുറച്ച് കൂടുതലുള്ള മക്കളായിരുന്നു. ലാസ്റ്റ് ഘട്ടത്തിൽ വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഈ മൊബൈൽ ഫോണിൻ്റെ സ്വാധീനമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗം വളരെയധികം കുറക്കണമെന്നാണ്. വാർഡ് മെമ്പർ രൂപ കേളോത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ തോടന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പ്രേമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. 10ാം വാർഡ് മെമ്പർ സന്തോഷ്, നാദാപുരം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സനൂപ്, മേലടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഹസീസ് P, PTA പ്രസിഡന്റ് റഷീദ് അരിയാക്കി, MPTA ചെയർപേഴ്സൺ സിൽജ P, ഹെഡ്മാസ്റ്റർ മൊയ്തു CH, മാനേജർ TV അഹമ്മദ് ഹാജി തുടങ്ങിയവർ ക്യാമ്പിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ക്യാമ്പ് ഡയറക്ടർ നിഷ N നന്ദി പറഞ്ഞു. ഈ ഒരു ഡസ്റ്റ് പെയിന് 15 രൂപയാണെങ്കിൽ ഈ ഒരു ഗ്യാസ് ലൈറ്റിന് വെറും 25. ഈ ഒരു അടിപൊളി ബക്കറ്റിനൊക്കെ വെറും 99 കൊടുത്താൽ മതി. ഈ ഒരു മഗ്ഗിന് വെറും 10 രൂപ കൊടുത്താൽ മതി. അയാളൊക്കെ വെറും 65 ഉള്ളൂ. മാറ്റിനൊക്കെ വെറും 25 രൂപ കൊടുത്താൽ മതി. 20 വാൾട്ടിന്റെ ലൂക്കർ ട്യൂബിന് വെറും 99. 9 വാൾട്ടിന്റെ LED ബൾബിന് വെറും 35 ഉള്ളൂ. നമ്മളെ വടകര കോടതിക്ക് തൊട്ടടുത്തായിട്ട് പഴയ ഇമ്പീരിയൽ ഹോട്ടൽ ഒരു വലിയ ഇമ്പീരിയൽ സ്റ്റോർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഹൗസ് ഹോൾഡ് ഐറ്റംസിന് മാത്രമായിട്ട് ഒരു വലിയ ശേഖരം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഓപ്പണിംഗിന്റെ ഭാഗമായിട്ട് 1 മാസത്തേക്കാണ് ഇമ്പീരിയൽ സ്റ്റോർ നിങ്ങൾക്ക് അടിപൊളി ഓഫേഴ്സുകൾ നൽകാൻ പോകുന്നത്. 3 പീസ് കണ്ടെയ്നറൊക്കെ വെറും 199 കൊടുത്താൽ മതി. അവർക്ക് 269 ആണെങ്കിൽ ഫ്രൈ പാൻ വെറും 299. ഈ ഒരു ബാത്റൂം ബ്രഷിന് 30 രൂപയുള്ളൂ. 5 ലിറ്ററിന്റെ ഹാൻഡ് വാഷ് എടുക്കുകയാണെങ്കിലും ഡിഷ് വാഷ് എടുക്കുകയാണെങ്കിലും വെറും 99. 3 പീസ് കണ്ടെയ്നർ എടുക്കുകയാണെങ്കിലും 2 പീസ് കണ്ടെയ്നർ എടുക്കുകയാണെങ്കിലും വെറും 99. ഈ ഒരു ബാറ്ററി വാട്ടറിനൊക്കെ വെറും 65 ഉള്ളൂ. അപ്പച്ചട്ടിക്ക് 229. 2 കാസറോളിന് വെറും 575 കൊടുത്താൽ മതി. 10 ലിറ്റർ ബിരിയാണി പോട്ടിന് വെറും 1049. എല്ലോന്റെ പ്ലേറ്റിനൊക്കെ വെറും 55 കൊടുത്താൽ മതി. 23 പീസ് ഡിന്നർ സെറ്റിന് വെറും 1249. 60 രൂപക്കാണ് ജഗ്ഗൊക്കെ കൊടുക്കുന്നത്. 2 ബർണർ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോവിനൊക്കെ വെറും 1199 കൊടുത്താൽ മതി.